ഹലോ കൂട്ടുകാരെ, നമുക്ക് നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളതിന് വേണ്ടി ചെറിയ പുളിയുള്ള നാടൻ മാങ്ങ ഒരു 5-8 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ശേഷം നമ്മളതിലേക്ക് ഒരു 5-6 കാന്താരിമുളകും 1/4 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പതിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കണം. ആ സമയത്ത് നമുക്ക് അതിനുള്ള അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 വെളുത്തുള്ളിയും ഒരു 3-4 ചുമന്നുള്ളിയും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണേ. ഒത്തിരി നന്നായിട്ട് വേണ്ട, ചെറിയ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ശേഷം നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് തീ നന്നായിട്ടും കുറച്ചിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് വേവിക്കണേ. ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക. നമ്മുടെ പുളിശ്ശേരി കറി മൂടി വയ്ക്കണേ. ഒന്ന് പതിയെ ചൂട് കുറഞ്ഞ് കഴിയുമ്പം നമ്മുടെ തൈര് ഒരു 1/2 കപ്പ് തൈര് നന്നായിട്ട് അടിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ശേഷം നമ്മുടെ മാമ്പഴക്കറി ഒന്ന് മൂടി വയ്ക്കുക. ഒന്ന് ചെറുതായിട്ട് ചൂട് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴക്കറിയുടെ മൂടി മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.